നമസ്കാരം, ഞാൻ വിനോദ് പണിക്കർ, പാലക്കാട്. നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയുടെ താഴെ വന്ന ചോദ്യരൂപേണയുള്ള ചില കമൻറ്റുകളുടെ മറുപടി എന്നുള്ള രീതിയിലാണ്. ചോദ്യം ഇതായിരുന്നു: ഒന്ന്, ഒരു പൂജാമുറിയിൽ വ്യത്യസ്ത ദേവതകളുടെ ഫോട്ടോയോ വിഗ്രഹങ്ങളോ വയ്ക്കുന്നത് കൊണ്ട് ദോഷമുണ്ടോ? ചോദ്യം 2, വീട്ടിലെ പൂജാമുറിയിലോ മറ്റോ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്നത് തെറ്റാണോ? അതായത് ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ കൃഷ്ണൻ്റെ വിഗ്രഹം പോലുള്ളവ, പിന്നെ ചില മെറ്റൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചില ദേവീരൂപങ്ങൾ, വിഘ്നേശ്വരൻ പോലുള്ള വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്നത് തെറ്റാണോ? മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ആരാധിച്ച വിഗ്രഹങ്ങളോ ഫോട്ടോയോ, പൂജാമുറിയിലോ വീട്ടിലോ വെച്ച് ആരാധിക്കുന്ന ഫോട്ടോയോ കാലക്രമേണ പൊട്ടുകയോ നശിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അത് വെച്ച് ആരാധിക്കാമോ, അല്ലെങ്കിൽ അതിന് എന്താണ് ചെയ്യുക, അത് ദോഷമായിട്ട് വരുമോ? അങ്ങനെ 3 ചോദ്യങ്ങൾ സമാന രീതിയിൽ ഉള്ളത് ആയതുകൊണ്ടാണ് ഇവയ്ക്ക് 3 ആയിട്ടുള്ളൊരു മറുപടി ആണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വീട്ടിലെ ഒരു പൂജാമുറിയിൽ വ്യത്യസ്തമായ ദേവതകളുടെ ഫോട്ടോയോ വിഗ്രഹമോ വെച്ച് ആരാധിക്കാമോ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഹൈന്ദവ ധർമ്മശാസ്ത്ര പ്രകാരം ഈശ്വരൻ ഏകവും അദ്വിതീയനുമാണ്. ഈശ്വരൻ്റെ വിവിധ ഭാവങ്ങളാണ് ദേവതകളായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരൻ്റെ വിവിധ ഭാവങ്ങളെ ദേവതകളായിട്ട് അറിയുന്നു. ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി എന്ന് പറയുന്നു. ഏകമായ സത്യത്തെ ജ്ഞാനമുള്ളവർ വിവിധങ്ങളായി വ്യാഖ്യാനിച്ചു എന്നാണ് പറയുന്നത്. ഭൂലോകത്ത് മനുഷ്യൻ്റെ ഗുണഗണങ്ങൾക്കനുസരിച്ചിട്ട് 3 ക്ലാസിഫിക്കേഷനായിട്ട് മനുഷ്യനെ തിരിച്ചിട്ടുണ്ട്. അത് സാത്വിക, രാജസ, താമസ ഭാവങ്ങളാണ്. അപ്പോൾ അത് ഗുണവിശേഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗുണങ്ങളുടെ വ്യത്യാസത്തിനനുസരിച്ച് അവൻ്റെ ഭക്ഷണ രീതി, ജീവിത രീതി, ആരാധനാക്രമം തുടങ്ങിയവയിലെല്ലാം വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സമ്പ്രദായങ്ങളിൽ സാത്വികവും രാജസവും താമസവുമായിട്ടുള്ള വ്യത്യസ്ത ആരാധനാ സമ്പ്രദായങ്ങളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഗുണഗണങ്ങളുള്ള വ്യക്തികളുടെ വ്യത്യസ്തമായ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം തന്നെ ഈ ഹൈന്ദവ ധർമ്മശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അതുതന്നെയാണ് ഈ ഹൈന്ദവ ധർമ്മശാസ്ത്രത്തിൻ്റെ പ്രത്യേകതയും. മറ്റു സെമിറ്റിക് മതചിന്തകളിൽ ഏകദൈവവും ഒരു വ്യക്തിയെ മാത്രമേ ഫോളോ ചെയ്യുമ്പോൾ, ഹൈന്ദവ ധർമ്മശാസ്ത്രം അനേകായിരം ഗ്രന്ഥങ്ങളും അനേകം ഗുരുക്കന്മാരെയും അനേക ദേവതകളെയും ആരാധിക്കുന്നു. അപ്പം നമ്മുടെ വ്യത്യസ്ത ഗുണനിലവാരത്തിനനുസരിച്ചിട്ട് വ്യത്യസ്തമായുള്ള ആരാധനാ രീതികളും ആരാധനാ മൂർത്തികളും ഉണ്ടാകും. അത് തന്നെയാണ് നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അതായത് ഒരു പ്രധാന മൂർത്തി ഉണ്ടാവും, അതിൻ്റെ ക്ഷേത്രത്തിൽ തന്നെ പലവിധ ഉപദേവതകളും ഉണ്ടാവും. അപ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ പലവിധ ആരാധനാ സമ്പ്രദായങ്ങളും പലവിധ ദേവതാ വിധാനങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ചെറിയൊരു രൂപം തന്നെയാണ് നമ്മുടെ പൂജാമുറികളും. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ദേവതകളെയോ വിഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരൂപങ്ങളെയോ ഒരു പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അതായത് സാത്വിക, രാജസ, താമസ ഭാവങ്ങൾക്കനുസരിച്ചിട്ട് വ്യക്തികളുടെ സങ്കല്പത്തിലും ആരാധനാ രീതിയിലും എല്ലാം വ്യത്യാസമുണ്ടാകുമ്പോൾ അവനവൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള ദേവതാവിധാനങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ധനത്തിനായിട്ട് ലക്ഷ്മിയെയും, വിദ്യക്കായിട്ട് സരസ്വതിയെയും, ശക്തിക്കായിട്ട് പാർവതിയും ഒക്കെ നമ്മൾ ഉപാസിക്കുന്നുണ്ട്. വിഘ്നങ്ങൾ മാറാൻ ഗണപതിയെ ഉപാസിക്കുന്നു, സുബ്രഹ്മണ്യനെ വ്യത്യസ്തമായ ഭാവങ്ങളിൽ ഉപാസിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായ പലവിധ ആരാധനാ രീതികളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ആരാധനാ രീതികൾ ഉള്ളത് കൊണ്ട് തന്നെ
പൂജാമുറിയിലും വ്യത്യസ്തമായിട്ടുള്ള ദേവതകളെ വെച്ച് ആരാധിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പൂജാമുറികളിൽ വിഗ്രഹം പോലുള്ളവ, പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെയോ മറ്റ് വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിഗ്രഹം എന്നത് വിശേഷണ ഗ്രഹിക്കാൻ പ്രാപ്തമായത് എന്നാണ്. ഇപ്പം സകളീകൃതമായിട്ടുള്ള ദേവതാഭാവങ്ങളെ അല്ലെങ്കിൽ രൂപഭാവങ്ങളോടുകൂടിയ ദേവതാഭാവങ്ങളുടെ പ്രതിബിംബമാണ്, അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് വിഗ്രഹമായാലും ഫോട്ടോ ആയാലും എല്ലാം. അപ്പം ഇവിടെ താന്ത്രിക വിധി പ്രകാരം അല്ലെങ്കിൽ പൂർവാചാരത്തിൽ കുടിവെപ്പ് സമ്പ്രദായ പ്രകാരം സ്ഥിരപ്രതിഷ്ഠയായിട്ട് സങ്കല്പിച്ച് ആരാധിച്ചു വരുന്ന ബിംബങ്ങൾക്കാണ് കുറേയധികം പ്രാധാന്യമുള്ളത്. മറ്റ് വിഷയങ്ങൾ, ഇപ്പം നമ്മൾ വീടുകളിലൊക്കെ വെച്ചാരാധിക്കുന്ന കൃഷ്ണൻ്റെ പോലുള്ള വിഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ലോഹ വിഗ്രഹങ്ങൾ ഒക്കെ ഒരിക്കലും സ്ഥിരബിംബങ്ങളല്ല. അതൊരു ആരാധനയ്ക്കുള്ള ഒരു ഉപാധി മാത്രമാണ്. ശാക്തേയ സമ്പ്രദായത്തിൽ ഭുവനേശ്വരിയെ നമ്മൾ വീടിന് വച്ചിൽ ഭഗവതിയായിട്ട് ആരാധിക്കുന്നത് ഒരു പീഠത്തിന്മേലാണ്. അതൊരിക്കലും സ്ഥിരപ്രതിഷ്ഠയല്ല. ആ പീഠത്തെ നമ്മൾ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടെങ്കിലും എടുത്ത് കഴുകുകയും തുടയ്ക്കുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും അവിടെ തന്നെ വെക്കും. എന്നിട്ട് വാർഷികമായിട്ടുള്ള പൂജകളിൽ അവിടെ അതിനെ ദേവിയെ ആവാഹിച്ച് പൂജിക്കുന്നു. അതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ശാക്ത സമ്പ്രദായത്തിലൊക്കെ അതൊരിക്കലും സ്ഥിരബിംബമല്ല, അതൊരു സാങ്കല്പികമായൊരു ഉപാധി മാത്രമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ വീട്ടിൽ നമ്മളൊരു കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഒരു പക്ഷേ നമ്മൾ കൃഷ്ണാഷ്ടമിയിലോ അതുപോലെ തന്നെ ഇപ്പോൾ വിഷുവിനൊക്കെ കണി കാണാനായിട്ട് വെക്കും. അന്ന് നമ്മൾ വിളക്കും തിരിയൊക്കെ വെച്ച് കൃഷ്ണനെ ആരാധിക്കും. കൃഷ്ണൻ്റെ കൃഷ്ണാഷ്ടമി ജന്മദിനം വരുന്ന സമയത്ത് നമ്മൾ ആ വിഗ്രഹം വെച്ച് കൃഷ്ണനെ പൂജിക്കുന്നു. അതിനുശേഷം അത് എടുത്ത് മാറ്റുന്നു, അത്രയേ ഉള്ളൂ. അതൊരിക്കലും അങ്ങനെ ആരാധിച്ചത് കൊണ്ട് അതൊരു സ്ഥിരമായിട്ട് വരും, അവിടെ ദേവചൈതന്യം ഉണ്ടാവും, അത് പിന്നീട് ഭയങ്കര ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള ഭയപ്പെടുത്തലുകൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആധാരവും. അപ്പം അങ്ങനെ ഇതൊരു സ്ഥിരബിംബമല്ലാത്തത് കൊണ്ട് ഇതൊരു ഉപാധി മാത്രമാണ്. നമ്മൾ അതൊരിക്കലും സ്ഥിരമായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നതോ ആരാധിക്കപ്പെടേണ്ടതോ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താണോ ഒരു ഫോട്ടോയിൽ കാണുന്ന രൂപം എന്താണോ അതിൻ്റെ വേറൊരു തലം തന്നെയാണ് വിഗ്രഹ രൂപത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വിഗ്രഹം എന്നാൽ വിശേഷണ ഗ്രഹിക്കാൻ പ്രാപ്തമായത് എന്നാണ് അർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കതൊരു സ്ഥിരബിംബമല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും വീടുകളിൽ വെച്ച് ആരാധിക്കാം. അതിനുശേഷം അത് മാറ്റാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഈ കേരള സമ്പ്രദായത്തിൽ, കേരളത്തിലൊക്കെയാണ് അധികം ഇങ്ങനെ വെച്ചാരാധന, അല്ലെങ്കിൽ നമുക്ക് ഈ ബിംബങ്ങളൊന്നും കാണാൻ കഴിയാത്തുള്ളൂ വീടുകളിൽ. മറ്റങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ഫുൾ അതാണ്. പിന്നെ സാളഗ്രാമം പോലുള്ള ചില വിശേഷ വസ്തുക്കളുണ്ട്. അത് സാളഗ്രാമം പ്രകൃതിയാൽ തന്നെ വൈഷ്ണവ ചൈതന്യം അടങ്ങിയിട്ടുള്ളതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ആരാധനയുണ്ട്, പല വീടുകളിലും അതിൻ്റെ ആരാധനയുണ്ട്. അങ്ങനെയുള്ളവിടെ പൊതുവായിട്ട് നമ്മൾ അതിൻ്റെ കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ വീടുകളിലാണെങ്കിലും നമ്മുടെ വച്ചിൽ ഭഗവതിയായിട്ട് ഭുവനേശ്വരിയെ സങ്കല്പിക്കാറുണ്ട്. അവിടെ സ്ഥിരബിംബമൊന്നും അല്ലെങ്കിലും അവിടെ നമ്മൾ പരിഭാവനമായിട്ട് സൂക്ഷിക്കാറുണ്ട്. മച്ചിനെ ഭഗവതിയെ അല്ലെങ്കിൽ ഭഗവതി ഇരിക്കുന്ന മച്ചിനെ പരിഭാവനമായി സൂക്ഷിക്കാറുണ്ട്. പൊതുവെ നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ച് ആരാധിക്കുമ്പോൾ പൊതുവെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ പൂജാമുറി പറയുന്നതൊക്കെ പരിഭാവനമായൊരു സ്ഥലമായതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ വൃത്തിയും വെടുപ്പോടുകൂടി അതിൻ്റെ ഭക്തിയോടുകൂടി നമുക്കത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഭയവുമില്ലാതെ തന്നെ പൂർണ്ണ മനസ്സോടുകൂടി ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി നമ്മുടെ ആരാധന തുടരാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിൽ വെച്ച് ആരാധിക്കുന്ന ഫോട്ടോയോ ബിംബങ്ങളോ കാലക്രമേണ അതിനൊരു പൊട്ടലോ അതിനൊരു ദോഷമോ വന്നാൽ അത് വെച്ച് ആരാധിക്കാമോ, അല്ലെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. അതും എന്തോ ഒരു ദോഷമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്ന പലരും ഉണ്ട്. അതാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ കാരണം. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, ഇപ്പോൾ ബിംബത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ ഫോട്ടോനായിക്കോട്ടെ അത് കാലാതീതമായ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്നതല്ല. തീർച്ചയായിട്ടും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത് ഒരു ഫോട്ടോ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെയോ മറ്റോ ബിംബം ഉണ്ടാക്കി അത് കാലങ്ങളോളം അല്ലെങ്കിൽ കാലാതീതമായി നിലനിൽക്കുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മൾ തന്ത്രവിധി പ്രകാരം പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആ ബിംബത്തെ മാറ്റപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. ബിംബത്തിന് കഴുത്തോടുകൂടിയോ വയറോടുകൂടിയോ പൊട്ടലോ മറ്റോ ഉണ്ടായാൽ തീർച്ചയായും ജീർണോദ്ധാരണം നടത്തി ബിംബത്തിനെ മാറ്റേണ്ടതുണ്ട്.
അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോലും ഒരു കാലഘട്ടത്തിൽ മാറ്റങ്ങൾ അനിവാര്യമായി വരുമ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ വെച്ചാരാധിക്കുന്ന ഫോട്ടോ പോലുള്ളവ കാലപ്പഴക്കത്തിൽ തീർച്ചയായിട്ടും അതിന് കേടുപാടുകൾ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റുക. അപ്പോൾ അതിനെ വൃത്തിയായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യാനോ ഒന്നുകിൽ ആരും ചവിട്ടാത്തിടത്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ജലാശയങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് മാറ്റിവെക്കാം, അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഒരു സ്ഥലത്ത് മാറ്റിവെക്കാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷം വരാനില്ല. കാലത്തിന് അതീതമായിട്ട് നിലനിൽക്കുന്നവയല്ല നമ്മൾ ആരാധിക്കുന്ന ബിംബങ്ങളോ, ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലുള്ള സാധനങ്ങളെ കൊണ്ടുണ്ടാക്കുന്ന ബിംബങ്ങളോ, ഇപ്പം നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോയോ യന്ത്രങ്ങളോ ഒന്നും കാലാതീതമായിട്ട് നിലനിൽക്കുന്നവയല്ല എന്നുകൂടി പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒരു ഭയമില്ലാതെ ഒരു ആശങ്കയില്ലാതെ നമ്മുടെ ആരാധന പൂർണ്ണമായ മനസ്സോടുകൂടി ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി തുടരുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. നന്ദി, നമസ്കാരം.